ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം എത്തിയിട്ടുള്ളത് നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ സൽക്കാരത്തിൻ്റെ നാടെന്ന് വിശേഷിപ്പിക്കുന്ന കോഴിക്കോട് ജില്ലയിലാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ നാട്ടിലും അതുപോലെ തമിഴ്നാട്ടിലും അതുമാത്രമല്ല നമ്മുടെ കുവൈറ്റിൽ തന്നെ ഒരു പ്രവാസിയും ഒരു സംരംഭകനും കൂടിയാണ് അബ്ദുൽ മനാഫ് സർ, അഥവാ ദിനാർ മനാഫ്, ദിനാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ സാരഥി. നമുക്ക് അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഒരുപാട് നന്ദിയുണ്ട്. കാര്യം പ്രവാസിയാണ്, പിടുത്തം കിട്ടൽ കുറവാണ്. എന്നാലും നാട്ടിൽ വെച്ച് തന്നെ നമുക്ക് ഈ ഒരു സമയം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ സാർ കുട്ടിക്കാലത്ത് പഠിച്ചതൊക്കെ പ്രോപ്പർലി കാലിക്കറ്റിൽ എവിടെയാ? കുന്നമംഗലം ഏരിയ ആണല്ലോ. കുന്നമംഗലം ഏരിയയിൽ ചക്കാലക്കൽ ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ ആരാമ്പ്രത്ത്, കുന്നമംഗലത്ത് അടുത്ത് 5 കിലോമീറ്റർ ഇപ്പുറം. സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ എൻ്റെ ചിന്ത എന്തെങ്കിലും ബിസിനസ് ചെയ്യാന്നുള്ളതാണ്. ബിസിനസ്സാണ് ചെറുപ്പത്തിലെ ബിസിനസ് എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അതും ഗോൾഡാണ്. ഗോൾഡ്. സാറിന് 2001 ആദ്യമായിട്ട് സാർ കുവൈറ്റിലോട്ട് കാൽച്ചുവട്ടെടുത്ത് വെച്ചപ്പം സാറിന് ആദ്യം കിട്ടിയ ആ ഒരു ഫീൽ എന്തായിരുന്നു? പിന്നെ നമുക്ക് അറിവുകൾ, മെയിനായിട്ട് നമ്മളെ ഒരുപാട് അറിവുകൾ കിട്ടി, ഒരുപാട് നമുക്ക് അനുഭവങ്ങൾ കിട്ടി. സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്ത് ജോലിയായിരുന്നു? ജ്വല്ലറിയിൽ. അവിടെയും ജ്വല്ലറിക്ക് തന്നെ ഞാൻ ഇവിടുന്ന് പോയി. ഇവിടുന്ന് പോകുമ്പോൾ തന്നെ പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരു ഷോറൂം തുറക്കണം എന്നുള്ളൊരു ആഗ്രഹമായിട്ടാണ് ഞാൻ പോയത് തന്നെ. നമ്മൾ ആദ്യത്തെ ഷോപ്പ് നമ്മുടെ നാട്ടിലെവിടെയായിരുന്നു? പിന്നെ ഇതിന് ശേഷം സാറ് ഗൾഫിൽ ചെന്ന ഗൾഫിലെ നമ്മളെ സംരംഭങ്ങൾ നമുക്ക് ദിനാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് ഇപ്പം കുവൈറ്റിൽ കമ്പനിയുണ്ട്. അതുപോലെ തന്നെ ദുബായിൽ നമ്മൾ കമ്പനിയൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഞാനിപ്പോൾ ബഹ്റൈനിൽ പോയിരുന്നു. അവിടെ നമുക്ക് പിന്നെ കമ്പനീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഇപ്പം സാറ് ഫാമിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു? തമിഴ്നാട് ഒരു അടിപൊളി ഒരു ഫാം എടുത്ത കാര്യമൊക്കെ ഞാൻ ഔട്ട് ഓഫ് ദ ക്യാമറ നമ്മൾ സംസാരിച്ചായിരുന്നു. അത് എന്തൊക്കെയാണെന്ന് പറയാമോ? നമുക്കിപ്പം തമിഴ്നാട് ഊട്ടിയിൽ നല്ലൊരു ബിസിനസ്സാണ് ക്യാരറ്റ്. ഓക്കെ. അവിടെ ഏറ്റവും കൂടുതൽ കൃഷിയാണല്ലോ. അപ്പോൾ ആ ഒരു മൈൻഡിലേക്ക് ഞങ്ങൾ ചർച്ച എത്തി. അപ്പോഴാണ് ഞങ്ങൾ സീഡ്, ഈ ക്യാരറ്റിൻ്റെ സീഡ് നമുക്ക് എവിടെ നിന്ന് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും, അതാണ് ഞങ്ങൾ അടുത്ത ചിന്ത. ഓക്കെ. ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലൊക്കെ നമുക്കതിൻ്റെ സീഡ് ഉൽപ്പാദിപ്പിക്കുന്ന വലിയ വലിയ ഫാക്ടറികളുണ്ട്. ഊട്ടിയിലെ ക്യാരറ്റിനെ കുറിച്ച് ഞങ്ങൾ പഠിച്ചല്ലോ, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയൊക്കെ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ പിന്നെ ഈ ഊട്ടിയിലേക്ക് വേണ്ട രീതിയിലുള്ള ക്ലൈമറ്റിനനുസരിച്ചുള്ള സീഡ് പ്രൊഡക്ഷൻ നടത്തുന്നു. അതുപോലെ തന്നെ നമ്മൾ US പിന്നെ അതുപോലെ മറ്റുള്ള സീഡുകൾ, അതിനോടനുബന്ധിച്ച് മറ്റുള്ള സീഡുകളൊക്കെ US, ആഫ്രിക്ക, അതുപോലെ തന്നെ ഇറാന്. അപ്പോൾ അതിന് നമുക്കൊരു ബ്രാൻഡാക്കി സൺപ്രൈം സെമില്ലാസ് എന്നാണ് ഞങ്ങളെ. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി ഡീറ്റെയിൽസ്, ആ ചരിത്രം അതിലുണ്ട്. അതുപോലെ എൻ്റെ വൈഫ് നന്നായിട്ട് എനിക്ക് ഓപ്ഷൻ തരും. ഞാൻ എവിടെയെങ്കിലും ഞാൻ ബുദ്ധിമുട്ടും പ്രയാസം വരുമ്പോൾ അതിനൊക്കെ ഓപ്ഷൻ കാണിച്ചു. ആ ഓപ്ഷൻ കാണിച്ചാൽ ഞാൻ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഈസി ആയിരിക്കും. വൈഫിന്റെ പേര് ഹസ്ന. മക്കള് 3 പേരുണ്ട്. അവരെന്ത് ചെയ്യുന്നു? അവരുടെ പേരുകൾ? മൂത്ത മകള് ഇപ്പം മനാൽ, അവള് +2 ആണ്. പിന്നെ രണ്ടാമത്തെ മോള് മിൻഹാൽ, അവള് പിന്നെ 6th പഠിക്കുന്നു. പിന്നെ മൂന്നാമത്തെ മോള് അമ്മാന, അവൾ 4th പഠിക്കുന്നു. അതേപോലെ ഫാദറിന്റെ മദറിന്റെ പേര് പറഞ്ഞില്ല? ഫാദർ അബ്ദുൽ ഹാജി, മദർ ആയിഷ, സഹോദരൻ അഫ്സൽ. പുള്ളിക്കാരനാണ് ബിസിനസിന്റെ ഒരു നല്ലൊരു മേജർ റോള് വഹിക്കുന്ന ഒരു വ്യക്തി. 100%. അവൻ എനിക്ക് ഒരുപാട് അറിവുകൾ അവന് കൂടുതലുണ്ട്. അവൻ കൂടുതലായിട്ട് അറിവുകളൊക്കെ എനിക്ക് അറിയുന്ന അറിവുകൾ ഞാൻ പറയും, അവനോട് ഡിസ്കസ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടേ പോകുള്ളൂ. എന്ത് കാര്യം ചെയ്യാൻ ഡിസ്കസ് ചെയ്യാറുണ്ട്. സാറിന്റെ ഇത്രയും വർഷത്തെ ഈ ഒരു പ്രവാസ ജീവിതവും നമ്മുടെ ഓൾ ഓവർ ദ വേൾഡ് വൈഡുള്ള റോമിംഗ് ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സാറിന് ആരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്? നന്ദി പറയാനുള്ളത് ദൈവത്തോടാണ്. ഫസ്റ്റ് നമുക്ക് അള്ളാഹിനോട് നന്ദി പറയണം. എവിടെ പോയാലും നമ്മളെ പ്രയാസങ്ങളില്ലാതെ ആരോഗ്യം തന്നു നമുക്ക് ആരോഗ്യവും സന്തോഷവും സമാധാനവും എല്ലാം തരുന്ന സാറിൻ്റെ ഈ ഒരു ഇനി സാറിൻ്റെ ലൈഫിൽ ഒരു ഫ്യൂച്ചർ വിഷൻ, ഇനി മുന്നോട്ടേക്ക് എന്തൊക്കെയാണ് പ്ലാൻസ്? എനിക്കിനി GCC എൻ്റെ ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കാം. അതാണ് എനിക്ക് ഏറ്റവും വലിയ സ്വപ്നം.
സാർ ആഗ്രഹിച്ച പോലെ തന്നെ നമ്മളെ ദിനാർ എന്ന് പറഞ്ഞ ബ്രാൻഡ് മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല ഓൾ ഓവർ ദ വേൾഡ് വൈഡിൽ തന്നെ വിത്തിൻ സം ഇയേഴ്സ് തന്നെ എന്താ പറയുക നമുക്ക് ഒരു വലിയൊരു സാമ്രാജ്യമായി കാണാൻ സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. കാര്യം വേറൊന്നുമല്ല, അതിന് തീർച്ചയായിട്ടും സാധിക്കുമെന്നാണ് എൻ്റെ മനസ്സ് നല്ല രീതിയിൽ പറയുന്നത്. കാര്യം വേറൊന്നുമല്ല, അത്രയും മാത്രം എഫേർട്സ് സാറിൻ്റെ സൈഡിൽ നിന്ന് ഇടുന്നുണ്ട്. പിന്നെ സാറ് ഇത്രയും സഹോദരങ്ങൾക്ക് മീൻസ് ബാക്കി സ്റ്റാഫുകളെന്ന് പറയുന്നില്ല, ഇത്രയും സഹോദരങ്ങളെ സാറ് കൂടെ നല്ല രീതിയിൽ ഒരു കുടുംബം പോലെ കൊണ്ടുപോകുന്നുണ്ട്. അവർ നല്ല മനസ്സ് തീർച്ചയായിട്ടും അത് പഠിച്ചു തമ്പുരാൻ അതെല്ലാം കാണുന്നുണ്ട്. അപ്പം സാറിൻ്റെ വരുന്ന ഫ്യൂച്ചർ വിഷനും ഫ്യൂച്ചർ വെഞ്ചേഴ്സിനും എല്ലാത്തിനും ദൈവം തമ്പുരാൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാവും. എന്നാലും ഇത്രയും ടൈം ഇത്രയും വിലയേറിയ നിമിഷം നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തതിന് 1000 നന്ദിയുണ്ട് സാർ. കാര്യം ഇവിടെ വന്ന് കയറിയപ്പോൾ പോലും അതിഥി ദൈവവും ഭവ ആ ഒരു നാമം എനിക്ക് പിന്നെയും എൻ്റെ ചെവിയിൽ മുഴങ്ങി. എന്തായാലും താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.